വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറി, അഫ്ഗാനി ചിക്കൻ. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ബോണോടുകൂടിയ ചിക്കൻ, മീഡിയം സൈസ് പീസാക്കി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി ഇതുപോലുള്ള പീസ് 5 എണ്ണം, ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് മല്ലിയില, ഒരു പിടി, അതുപോലെ തന്നെ ഒരു പിടി കാഷ്യൂ നട്ട്സ്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂ നട്ട്സ്, മല്ലിയില, ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒന്നര ടീസ്പൂൺ കസ്തൂരി മേത്തി, അത് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർക്കണം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ നാരങ്ങാനീര്, അര കപ്പ് തൈര്, ഫ്രഷ് ക്രീം 4 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിരുന്ന ആ മസാല, ഉള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരുന്നില്ലേ, അത് ഇനി ഇതിലേക്ക് കോള് അത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. തോന്നുന്നുണ്ടല്ലേ, അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നല്ല മണമായിരിക്കും ഈ ചിക്കന്. ഇതിങ്ങനെ നമുക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും വച്ചേക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കോളിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിൽ ഉള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഓണാക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ മാത്രമേ എടുക്കാവൂ, ഗ്രേവി വീഴരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ അതിലാകണം. ചിക്കൻ്റെ മുകളിൽ വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നത്. ഇനി തിരിച്ചിടാം. തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വേണം എടുക്കേണ്ടത്.
ഇനി ഈ ചിക്കൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാം. ഇനി അല്പം തിളച്ച വെള്ളം പാത്രത്തിലൊഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. തണുത്ത വെള്ളം ഒഴിക്കരുത്, നല്ല ചൂടുവെള്ളം വേണം ഒഴിക്കേണ്ടത്. ഇനി ഇത് അടച്ച് വെച്ച് 20 മിനിറ്റ് വേവിക്കാം. ചെറിയ ഫ്ലെയിമിലിടണേ. തിളച്ചതിന് ശേഷം ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് ഇളക്കി വെക്കണേ. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ അടച്ചു വെച്ച് ടോട്ടൽ 20 മിനിറ്റ് ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തത് വെറുതെ ഷാലോ ഫ്രൈ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് 20 മിനിറ്റ് വേവിക്കേണ്ടി വന്നത്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.